ഓസ്ട്രേലിയൻ സംസ്ഥാനമായ ക്വീൻസ്ലാൻഡിന്റെ വടക്കൻ മേഖലയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒരാൾ മരിച്ചു. ഇംകാം പട്ടണത്തിൽ രക്ഷാപ്രവർത്തന ബോട്ട് മരത്തിലിടിച്ചാണ് സ്ത്രീ മരിച്ചത്. വെള്ളപ്പൊക്കത്തിൽ നിരവധി വീടുകൾ തകർന്നതായും വാഹനങ്ങൾ ഒലിച്ചുപോയതായും റിപ്പോർട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ മേഖലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. സൊമാലിയയുടെ അർദ്ധ സ്വയംഭരണ മേഖലയിലെ പുന്റ്ലാൻഡിൽ US നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാന IS നേതാക്കൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നായിരുന്നു ആക്രമണം. അതേസമയം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് അചഞ്ചലമായ പിന്തുണ നൽകിയ ട്രംപിന് സൊമാലിയൻ പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദ് നന്ദി പറഞ്ഞു. ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച് ഇറാൻ. 1000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന യുദ്ധക്കപ്പൽ വേദ ഖാദർ 380 മിസൈലാണ് പരീക്ഷിച്ചത്. റേഡിയോ സിഗ്നലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് മിസൈലുകളെന്ന് റവല്യൂഷണറി ഗാർഡിന്റെ നാവികസേനാ വിഭാഗം തലവൻ പറഞ്ഞു. മധ്യ ഇറാനിൽ നിന്ന് ഒമാൻ കടലിലേക്കാണ് മിസൈൽ വിക്ഷേപിച്ചത്. US-ൽ വിമാനത്തിന് തീപിടിച്ചു. ഹ്യൂസ്റ്റണിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള യുണൈറ്റഡ് എയർലൈൻസ് വിമാനമാണ് പറന്നുയരുന്നതിനിടെ തീപിടിച്ചത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ഹ്യൂസ്റ്റൺ ഫയർ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. സിറിയയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യ വിദേശയാത്രയ്ക്ക് സൗദിയിലെത്തി ഹയത്ത് തഹ്രീൽ അൽ-ഷാം നേതാവ് അഹമ്മദ് അൽ-ഷറ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി സിറിയൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. സിറിയയുടെ വിദേശ നയത്തിൽ കാതലായ മാറ്റം വരുമെന്ന സൂചനയാണ് അൽ-ഷറയുടെ സൗദി സന്ദർശനം വ്യക്തമാക്കുന്നത്.